ഹായ്, CUT എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല ഭംഗിയായി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. CUT എക്സാമിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടത് 8 മെയ് തൊട്ടാണ്. അതായത് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എക്സാം റിലേറ്റഡ് ആയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വന്നു തുടങ്ങും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഡ്മിറ്റ് കാർഡിന്റെ റിലീസ്. അഡ്മിറ്റ് കാർഡിന്റെ റിലീസ് ഒക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നതാണ് ഈ വീഡിയോയിലൂടെ. സോ CUT എക്സാം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എത്ര സബ്ജക്ട്സിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ സബ്ജക്ട്സിനനുസരിച്ച് നിങ്ങൾക്ക് ഷിഫ്റ്റും സ്ലോട്ടും ഉണ്ടാകും. ആ ഷിഫ്റ്റും സ്ലോട്ടിന്റെയും ടൈമാണ് ശരിക്കും നിങ്ങൾ ചെല്ലേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് അവിടെ ഒരു എൻട്രി ഉണ്ടാകും. സോ ആ റിപ്പോർട്ടിംഗ് ടൈമിന് ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും എത്തിച്ചേരാം. റിപ്പോർട്ടിംഗ് ടൈം അല്ല, നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിന് ഒരു 2 hours മുമ്പെങ്കിലും നിങ്ങൾ എക്സാം ഹാളിന്റെ പരിസരത്ത് ഉണ്ടായിരിക്കണം. ട്രാഫിക് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം എക്സാം ഹാളിലേക്ക് എത്താൻ. സോ മൾട്ടിപ്പിൾ ഒരുപാട് സബ്ജക്ട്സ് ഒന്നിൽ കൂടുതൽ സബ്ജക്ട്സ് 3 സബ്ജക്ട്സിന് മേളിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും നിങ്ങളുടെ പരീക്ഷ വരിക. സോ ആ ഷിഫ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 60 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പരീക്ഷയായിരിക്കും. അതും ശ്രദ്ധിക്കണം. പിന്നെ ഡ്രസ് കോഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ് കോഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ ആയിട്ടുള്ള ടീഷർട്ടുകൾ, ലോങ് സ്ലീവ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെയർ ചെയ്യരുത്. പിന്നെ ചെപ്പലോ അല്ലെങ്കിൽ സാൻഡൽസ് മാത്രം വെയർ ചെയ്യുക. ഷൂസ് ഒന്നും വെയർ ചെയ്യരുത്. മെറ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം നല്ല അവോയ്ഡ് ചെയ്യണം. കാരണം അവിടെ ഫ്രിസ്കിംഗ് ഉണ്ടായിരിക്കും. ആ കാര്യം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾ എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പ്രധാനമായിട്ടും കരുതേണ്ട കാര്യങ്ങളെ കുറിച്ചുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറപ്പായിട്ടും അഡ്മിറ്റ് കാർഡ് തന്നെയാണ്. അഡ്മിറ്റ് കാർഡിൽ നിങ്ങളൊരു സെൽഫ് ഡിക്ലറേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേര് വിത്ത് അഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അഡ്മിറ്റ് കാർഡിൽ തന്നെയാണ് നിങ്ങളുടെ എക്സാം സെന്ററും, ടെസ്റ്റ് പേപ്പർ ഏതാണ്, സ്ലോട്ട് ഏതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, നിങ്ങളുടെ പേരും വിവരങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ പറയുന്നുണ്ട് അഡ്മിറ്റ് കാർഡ് A4 സൈസ്, കളർ പ്രിന്റ് ആവും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ആവാം. അത് ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലിയർ പ്രിന്റ് ഔട്ട് ആയിരിക്കണം എന്നുള്ളത് A4 സൈസിലുള്ളത്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വരിക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. സിമ്പിൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോൾ പോയിന്റ് പെൻ. അത് നിങ്ങൾക്ക് അവിടെ റഫ് വർക്കിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഈ ബോൾ പോയിന്റ് പെൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. മറ്റൊരു കാര്യം, അഡീഷണൽ ഫോട്ടോഗ്രാഫാണ്. നിങ്ങൾ CUT എക്സാമിന് എന്താണോ കൊടുത്തത് അതേ സിമിലർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അറ്റൻഡൻസ് ഷീറ്റിൽ എക്സാമിനേഷൻ റൂമിലോ ഹാളിലോ ഒരു അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടാകും. ആ അറ്റൻഡൻസ് ഷീറ്റിന്റെ അവിടെ പേസ്റ്റ് ചെയ്യാനാണ് ശരിക്കും നിങ്ങളുടെ പറഞ്ഞ ഫോട്ടോഗ്രാഫ് വേണ്ടത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ്, ബോൾ പോയിന്റ് പെന്ന്, അതേപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ID കാർഡ്, പ്രധാനമായിട്ടും ആധാർ കാർഡാണ്. ആധാർ കാർഡ് അല്ലെങ്കിൽ സ്കൂൾ ഐഡന്റിറ്റി കാർഡ്, പാൻ കാർഡ്, അതേപോലെ പാസ്പോർട്ട്. ആധാർ കാർഡ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഫോട്ടോ അതിലുണ്ടോയെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്ഡേറ്റഡ് ആധാർ കാർഡ് ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ID പ്രൂഫ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഇത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലാസ് 12 ബോർഡ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് യൂസ് ചെയ്യാം. അത് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കിന് ID യൂസ് ചെയ്യും. ഇത്രയുമാണ് നിങ്ങൾക്ക് ID പ്രൂഫ് ആയിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങളൊരു PWBD കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നോക്കാം. ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഷുഗർ ടാബ്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. സോ അവിടെ പ്രത്യേകം ബാർ ചെയ്യപ്പെട്ട ഐറ്റംസിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കാൽക്കുലേറ്റർ, ബിറ്റ്സ് ഓഫ് പേപ്പർ, സ്കെച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ടൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയൊക്കെയാണ് ശരിക്കും എക്സാം ഹാളിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. അഡ്മിറ്റ് കാർഡ് നോട്ടിഫിക്കേഷൻസും വന്നിട്ടില്ല. പക്ഷെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ അത് അറിയിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ എന്തായാലും സെറ്റാക്കി വെക്കുക. അതേപോലെ തന്നെ എക്സാമിന്റെ സമയം, റിപ്പോർട്ടിംഗ് ടൈമും ഷിഫ്റ്റും കൃത്യമായി നോക്കണം. അതല്ലാണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഒരു ഷിഫ്റ്റാണ്, പക്ഷേ എൻ്റെ ഡേറ്റ് മാറിപ്പോൾ ഞാൻ എക്സാം ഹാളിൽ എത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും എക്സാം എഴുതിക്കില്ല. നിങ്ങൾ ആ കറക്റ്റ് ഡേറ്റിൽ കറക്റ്റ് ഷിഫ്റ്റ് ടൈമിൽ മാത്രം എത്തിയാൽ മാത്രമേ ഓരോ ഷിഫ്റ്റും യുണീക്കാണ്. ആ കാര്യം മനസ്സിലാക്കണം. ഓരോ ഷിഫ്റ്റും ഉണ്ടെങ്കിൽ ആ ഷിഫ്റ്റിന് പല പേപ്പേഴ്സ് ആയിരിക്കും. അത് നോർമലൈസ് ചെയ്താണ് നിങ്ങളുടെ റാങ്ക് വരിക. സോ ഇനി അങ്ങോട്ടുള്ള എക്സാം പ്രൊസീജിയറിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.